ഹായ്, ഞാൻ നവാസ്. അപ്പോൾ നമ്മൾ 3 സ്കില്ലിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് മൈൻഡ് സെറ്റ് റെഡിയാക്കണം, ഒന്ന് അതിനെക്കുറിച്ചുള്ള നല്ല നോളജ് വേണം, മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നാലാമത്തതാണ് പ്രസൻറ്റേഷൻ സ്കിൽ. അപ്പോൾ നാലാമത് എന്ത് ചെയ്യാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാലാമത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് പ്രസൻറ്റ് ചെയ്യാണ്. ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മളെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കും അല്ലേ. കസ്റ്റമർ ഇതൊക്കെ കേട്ടിരിക്കും. പക്ഷേ കസ്റ്റമർക്ക് അറിയേണ്ടത് വാട്ട് ടു മീ എന്നാണ്, അയാൾക്ക് എന്ത് കിട്ടുമെന്നാണ്. നമ്മൾ കുറേ ഫീച്ചേഴ്സ്, ഇന്ന ഫീച്ചർ ഉണ്ട്, എന്ത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും, ക്വിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കുക. പക്ഷേ കസ്റ്റമർ മൈൻഡിൽ എപ്പോഴും എന്താ ഉണ്ടാവുക, ഇങ്ങനെ ഫീച്ചറൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഫീച്ചർ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോൾ അതിന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി കഴിയണം. പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്ക് 80% കസ്റ്റമർ സംസാരിക്കും, 20% നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കസ്റ്റമർ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ എക്സ്റ്റൻഷൻ എടുത്താൽ കസ്റ്റമർ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് ഒരു കസ്റ്റമറെ ഇപ്പം നിലവിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് എൻക്വയറീസ് വരുന്നത് എങ്ങനെയാണ്, അവരിപ്പോൾ നിലവിൽ ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പം അതിൽ എന്തൊക്കെയാണ് അവർക്കുള്ള പ്രശ്നങ്ങൾ, ഇപ്പം നിലവിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ എന്ത് പറയേണ്ടത്, അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഇന്ന ഫീച്ചർ അവർക്ക് അതൊരു പരിഹാരമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവർക്ക് നിലവിൽ അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആഡ് കൊടുത്തിട്ട് അവർക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ എൻക്വയറീസിനൊക്കെ അവരെന്ത് ചെയ്യും, ഡയറക്റ്റ് റിപ്ലൈ കൊടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ക്വിക്ക് റിപ്ലൈ എന്നുള്ള ഓപ്ഷന് എന്ത് ചെയ്യും, ഈ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കസ്റ്റമർക്കുള്ള ഒരു പ്രശ്നമാണ്, കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇത് പല സമയത്തും മിസ്സാവും. നമ്മൾ പല സമയത്തും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല പെയ്ഡ് ചെയ്തിട്ടാണ് നമുക്ക് കസ്റ്റമറെ കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യില്ല, നമുക്ക് കറക്റ്റ് ഇവരെ ഫോളോ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇതിനുള്ള ഓപ്ഷനാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഈ ഫോളോ അപ്പിൽ ഈ ഒരു കസ്റ്റമറെ നമുക്ക് 1 മണിക്കൂറിന് ശേഷം, 2 മണിക്കൂറിന് ശേഷം, 1 ദിവസത്തിന് ശേഷം, ഒരാഴ്ചക്ക് ശേഷം, 1 മാസത്തിന് ശേഷം ഇതേ രീതിയിലൊക്കെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ എന്തായി, ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായി. ഇതേ രീതിയിൽ കസ്റ്റമറോട് റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് അതിന് എന്ത് സൊല്യൂഷനാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. താങ്ക് യു.